എല്ലാവർക്കും എന്നോട് ശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. അപ്പോൾ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അവനും എൻ്റെ ഫ്രണ്ട്സും കൊണ്ട് ഞങ്ങൾ സൗത്താംപ്ടണിൽ പോവുകയാണ്. അവിടെ ഒരു എസ്കേപ്പ് റൂമുണ്ട്, പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുക. അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പം നമ്മൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഇതേ ട്രെയിനിൽ എല്ലാവരും കൂടി പോകുന്നത്. അപ്പോൾ സൗത്താംപ്ടൺ സെൻട്രൽ നമ്മളിവിടുന്ന് കോശത്തുനിന്ന് ചിലപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റോപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റോപ്പാണ്. നല്ല ഗ്രീനറിയൊക്കെ ആയി. അപ്പോൾ നമ്മുടെ പതുക്കെ സ്പ്രിങ്ങൊക്കെ തുടങ്ങി. പക്ഷേ എന്നാലും സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ നല്ല തണുപ്പാണ്. അപ്പം നമ്മളിങ്ങനെ നടന്ന് അങ്ങ് പോകുവാണ്. അവരാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് നോക്കിക്കൊണ്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ അവന്മാരുടെ കൂട്ടത്തിൽ നടക്കുന്നു അങ്ങ് പോവുകയാണ്. അപ്പം നമ്മുടെ സൗത്താംപ്ടൺ വെസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ ആയിട്ടാണ് കേട്ടോ ഹോൾഡിനീസ് എസ്കേപ്പ് റൂം എന്ന് പറഞ്ഞ്. അപ്പം നമുക്ക് ഓരോ ഗെയിംസാണ്. അപ്പോൾ പിള്ളേരുടെ ഇഷ്ടമുള്ള പോലെ അവർക്ക് ഇങ്ങനെ ഒരു ടീമായിട്ട് 4 അതിൽ കൂടുതലാണെങ്കിൽ അവരിങ്ങനെ ഗെയിം കളിക്കാം. അതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മൾ വെസ്റ്റ് ക്വേയിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റിലേക്ക് കുറച്ച് ഇങ്ങോട്ട് നടന്നു വരുമ്പോഴാണ് അതേ ഹൗഡിനീസ് എന്നുള്ള എസ്കേപ്പ് റൂം. അതിനകത്ത് ഓരോ റൂമിന് 25 പൗണ്ടാണ് ഓരോ ആൾക്ക് കേട്ടോ. അപ്പം ഞങ്ങൾ 5 പേർക്കുള്ളതാണ് ബുക്ക് ചെയ്തത്. അപ്പം നമ്മളിവിടെ പേരൻറ്റ്സ് വെയിറ്റ് ചെയ്യണത്. കാരണം ഞങ്ങളിവിടെ 1 മണിക്കൂർ സ്റ്റക്കായി 60 മിനിറ്റാണ് ഒരു ഗെയിം കേട്ടോ. അപ്പം നമ്മൾ തിരിച്ചു പോരുവാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വെസ്റ്റ് ഗേയിലേക്ക് പോവാണ് കേട്ടോ. അല്ല, കോസ്മോയിലേക്ക് പോവാം. കോസ്മോ ഓക്കെ. മുതൽ 11 മണി വരെയാണ് എസ്കേപ്പ് റൂം ബുക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 12 മണി ടു 1:45 വരെയായിരുന്നു ഫുഡ് ലഞ്ച് ബുക്ക് ചെയ്തിരുന്നത്. കാരണം തക്കുടുവിൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പം ഞാൻ കുറച്ചൊക്കെ വീഡിയോ ഒക്കെ എടുത്തുള്ളൂ. ഒത്തിരി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവരുടെ കൂടെ നടന്ന് ഞങ്ങൾ മടുത്തു. പിന്നെ അവിടെ കുറേ ഷോപ്പിങ്ങിനൊക്കെ കയറി. പിന്നെ എന്താ പറയുക, 22 പൗണ്ട് 19 ആണ് കേട്ടോ പെർ ഹെഡ്. പിന്നെ നമ്മൾ എക്സ്ട്രാ മേടിക്കുന്ന ജ്യൂസിനും ഒക്കെ നമ്മൾ വേറെ എക്സ്ട്രാ നമ്മൾ പൈസ കൊടുക്കണം. എനിവേ അവർ ഫുഡൊക്കെ എൻജോയ് ചെയ്തു. ഇത് സാലഡിൻ്റെ സെക്ഷൻസും അതുപോലെ നൂഡിൽസ് സെക്ഷൻസ്, ഇത് കുറേ പുഡിങ്ങിൻ്റെ സെക്ഷൻസ്, അത് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം കുട്ടികൾ എനിവേ നന്നായിട്ട് എൻജോയ് ചെയ്തു. കാരണം എന്താ, ഇവിടെ ബഫറ്റിൻ്റെ ഒരു ഈവൻതോ ഇത് ഇത്ര എക്സ്പെൻസീവ് ആണെങ്കിലും നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്കത് കളഞ്ഞിട്ട് അടുത്ത ഫുഡ് എടുക്കാമല്ലോ. കാരണം അതിനൊരു അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ഇത് നമുക്ക് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും പോയിരിക്കാം. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം നമ്മളൊരു കറക്റ്റ് സമയം തന്നിട്ട് ആ സമയം കൊണ്ട് കഴിക്കാവുന്നതൊക്കെ കഴിക്കാം. അങ്ങനെയാണ്. അത് ആപ്പിൾ പൈ ആണ്. ഇതാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇവിടെ ഒരു കസ്റ്റാർഡ് ഒഴിച്ച് കഴിച്ചാൽ സൂപ്പറാണ്. ഞാൻ കസ്റ്റാർഡൊന്നും ഒഴിച്ചില്ല, ഞാൻ അത് മാത്രമായിട്ടാണ് കഴിച്ചത്. പിന്നെ ന്യൂഡിൽസൊക്കെ കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ വയറ് അതിനെ അനുവദിക്കത്തില്ല. അത്രയൊക്കെ എനിക്ക് കഴിക്കാം. ഞാൻ ആകെ ഒരു 2 ടീസ്പൂണ് എഗ് ഫ്രൈഡ് റൈസും കുറച്ച് പുലാവ് റൈസും ഒക്കെയാണ് മാത്രമേ കഴിച്ചുള്ളൂ. ഇത് പോപ്കോണ്, വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ്, അതിനകത്ത് ഞാൻ ഒരു 3-4 ഗ്രേപ്സ് എടുത്തു. എനിക്ക് ഗ്രീൻ ഗ്രേപ്സിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക, ഐസ്ക്രീംസിൻ്റെ വെറൈറ്റീസ്, ജെല്ലീസ്, പിന്നെ കോൺ ഐസ്ക്രീം, ഡോനട്ട്സ്, അങ്ങനെ പുഡിങ്ങിൻ്റെ ഇതുതന്നെ ഞാൻ എടുത്തു. കാരണം ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കേക്ക്. ബാക്കി ഇതാണ് ഞാൻ ആകെ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ, പുഡിങ്ങിൻ്റെ സെക്ഷൻ. പിന്നെ ഓൺ ദ വേയിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് തക്കോട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം എല്ലാവർക്കും ഫോട്ടോയിലൊന്നും വരാൻ താല്പര്യമൊന്നുമില്ല, വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മൊത്തം അങ്ങനെ എല്ലാവരുടെയും പിക്ചറൊന്നും എടുക്കാൻ. വെസ്റ്റ് ഗേയിൽ പോയാൽ എല്ലാവിധ കാര്യങ്ങളും അവിടെയുണ്ട്. നമുക്ക് അവിടെ പോയി കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഷോപ്പിങ്ങും നടത്തിയിട്ട് നമുക്ക് തിരിച്ചു വരാം. സിനിമ, ഷോപ്പിങ്ങിന് കുട്ടികൾക്കുള്ള ഗെയിംസ്, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും അവിടെയുണ്ട്. നമ്മൾ പോർട്സ്മൗത്ത് മാത്രമല്ല എപ്പോഴും കൂടുതൽ കറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ തക്കോട് നല്ല സൂര്യപ്രകാശം ഒക്കെ ഉണ്ടെങ്കിൽ നല്ല തണുപ്പുമായിരുന്നു കേട്ടോ. അപ്പം ഇത് ഫോട്ടോ എടുത്തത് ടിമ്മാണ്, തക്കോടിൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പം ഇത് തക്കോട് എടുത്തു തന്ന ഫോട്ടോസാണ്. അവന്മാർ ഫോട്ടോ എടുത്തപ്പോൾ ഞാനും 2-3 ഫോട്ടോ എടുത്തുള്ളൂ. അവന്മാർ ഒരു കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അവർ ശരിക്കും എൻജോയ് ചെയ്തു. ശരിക്കും കുട്ടികളുടെ ബർത്ത്ഡേ അവരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ മാത്രം വിളിച്ചു വരുത്തിയാൽ അവർക്ക് ചിലപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ആകത്തില്ല. അപ്പം അവരുടെ ഒരു ഗ്യാങ് ആയിരുന്നു. മൈ ഗോഡ്, അവർ റിയലി ശരിക്കും അവർ 5 പേര് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഗെയിമും ഫുഡും സംസാരിക്കുന്നതും എല്ലാം. അപ്പം തക്കടുവിന് 15 വയസ്സായി, ടീനേജർ ബോയിയാണ്. അപ്പം എന്താ പറയുക, നമ്മളെക്കാളും പൊക്കമൊക്കെ വെച്ചു. അപ്പോൾ തക്കട് തന്നെ സജസ്റ്റ് ചെയ്താണ് ഇങ്ങനെയൊരു ഇവൻറ്റ്. അവൻ്റെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ പോയി ഗെയിമൊക്കെ കളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് റിലാക്സായിട്ട് അവർക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ച് കൊടുത്തിട്ട് അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ ആദ്യമായിട്ട് ജസ്റ്റിൻ ചേട്ടനോട് കേക്ക് മേടിക്കാത്ത ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ മേടിക്കുക.